സ്നേഹമുള്ളവരെ, ഏപ്രിൽ 26, 27 തീയതികളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ ജന്മദിന ആഘോഷവും സമുദായ ശാക്തീകരണ സമ്മേളനവും നടക്കുകയാണ്. ഏപ്രിൽ 27 തീയതി നടക്കുന്ന സമുദായ ശാക്തീകരണ സമ്മേളനത്തിലേക്കും റാലിയിലേക്കും നിങ്ങളെ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ സാമുദായിക ശാക്തീകരണ സമ്മേളനത്തിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? സ്നേഹമുള്ളവരെ, കേരളത്തിലെ കത്തോലിക്കരുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ, കത്തോലിക്കരുടെ, സീറോ മലബാർ സമുദായത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ മലയോര മേഖലയിലെ കൃഷിയും കടലോര മേഖലയിലെ മത്സ്യബന്ധനവും കുട്ടനാടൻ തുടങ്ങിയ കോൾ പ്രദേശങ്ങളിലെ നെൽകൃഷിയുമാണ്. മാത്രമല്ല, അപ്പോൾ അടിസ്ഥാനപരമായി കാർഷിക വ്യവസ്ഥയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായം. ആ കാർഷിക വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് കഴിഞ്ഞ അനേക വർഷമായി കേരളത്തിലെ സർക്കാരുകൾ അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്യമൃഗശല്യം മൂലം കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള അവസ്ഥയില്ലാതാകുമ്പോൾ അവരുടെ ജീവനും സ്വത്തും ഉപജീവന മാർഗവും 3 കാര്യങ്ങൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. മാത്രമല്ല, കുട്ടനാടൻ പ്രദേശങ്ങളിൽ കാലാകാലങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും മണലും നീക്കം ചെയ്യാതെ അവിടെ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാനുള്ള, സംരക്ഷിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട് മട വീണും വെള്ളം കയറിയും അവിടുത്തെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പരമ്പരാഗതമായി തീരദേശ പ്രദേശത്താണെങ്കിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിനെ തകർക്കുന്ന വിധത്തിലുള്ള കടലോര നയവുമാണ് കേരള കേന്ദ്ര സർക്കാരുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ സീറോ മലബാർ സഭയുടെയും ക്രൈസ്തവരുടെയും അടിസ്ഥാന ഉപജീവന മാർഗങ്ങൾ തകർത്തെറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇവിടെ നിന്ന് വിട്ട് അന്യവിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോകേണ്ടി വരുന്നത്. ഇവിടെ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് പോകില്ലേ? അപ്പം ബഫർ സോണിൻ്റെ പേര് പറഞ്ഞ്, പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ്, വന നിയമത്തിൻ്റെ പേര് പറഞ്ഞ് കർഷകനെ കുടിയിറക്കുന്ന ഒരു നയം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എന്തുണ്ടായി? ഒരു കൊല്ലത്തെ മാറ്റം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു കൊല്ലം മുൻപ് ഞാൻ നാളികേരം വാങ്ങിച്ചിരുന്നത് 1 കിലോയ്ക്ക് 35 രൂപയ്ക്കാണ്. ഇന്ന് ഞാൻ നാളികേരം വാങ്ങിക്കുന്നത് 1 കിലോയ്ക്ക് 75 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇത് കർഷകന് നല്ല കാര്യമാണല്ലോ എന്ന്. പക്ഷെ പ്രിയമുള്ളവരെ, കേരളത്തിലെ കൃഷി നശിച്ചു. ഇപ്പോൾ നാളികേരത്തിന് 75 രൂപയായതുകൊണ്ട് മെച്ചം കിട്ടുന്നത് തമിഴ്നാട്ടിലെ കേര കർഷകനാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കിലോന് 250-300 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് തമിഴ്നാട്ടിലെ കേര കർഷകനാണ്, കേരളത്തിലെ കേര കർഷകനല്ല. ആയിരക്കണക്കിന് ടൺ പച്ചക്കറികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താ? നമ്മുടെ നാട്ടിലെ സമ്പത്ത് മുഴുവൻ അവിടേക്ക് പോവുകയാണ്. ഇവിടെയുള്ള കുത്തക ടയർ കമ്പനികൾ റബ്ബറിൻ്റെ വിലയെ പരമാവധി ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുവന്നു. അവർക്കറിയില്ല, സർക്കാരിനറിയില്ല, അവർ ചെയ്യുന്നത് ആത്മഹത്യപരമാണ്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിനെ ആശ്രയിച്ചാൽ, കേരളത്തിലെ കർഷകരൊക്കെ റബ്ബർ കൃഷി ഉപേക്ഷിച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയോ? വിദേശികൾ പറയുന്ന വിലയ്ക്ക് നമുക്ക് റബ്ബർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ കമ്പനികൾ കണ്ട മനോരാജ്യമൊക്കെ തകർന്നു പോകും. അത് കമ്പനികളുടെ തകർച്ചയ്ക്ക് മാത്രമല്ല കാരണമാകുക,
ഇവിടുത്തെ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും അത് തകർക്കും. അതുകൊണ്ട് ഇത് ഒരു ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമായി കാണാതെ പൊതുസമൂഹത്തെ ക്യാൻസർ പോലെ ബാധിക്കുന്ന കൃഷി ഉപേക്ഷിക്കൽ എന്ന പ്രക്രിയ ഭാവിയിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും ജീവിതത്തെയും അട്ടിമറിക്കുമെന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ 27-ാം തീയതി കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന ഈ സമുദായ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഈ പ്രശ്നം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആർക്കു വേണ്ടി? ഇത് ക്രൈസ്തവന് വേണ്ടിയിട്ടുള്ള കരച്ചിലല്ല, ഇത് സീറോ മലബാർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലല്ല. കേരളത്തിലെ ബുദ്ധിയുള്ള യുവാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് വിളിക്കുക. അതിന് കാരണമായ വന്യമൃഗപരിപാലന നിയമം മാറ്റിയെഴുതണം. അതിന് കാരണമായ ബഫർ സോണിലൂടെ കർഷകരെ ഞെരുക്കുന്ന നിയമം മാറ്റിയെഴുതണം. ഒരു വനം മന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുടെ പാവകളായി മാറിക്കൊണ്ട് ഡാമിന് ചുറ്റുമുള്ള പ്രദേശം ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുന്ന ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കടലാസിൽ ഒപ്പിട്ട് കൊടുത്ത പാവകളായിട്ടുള്ള മന്ത്രിമാരുടെ കണ്ണു തുറക്കണം. അതിനെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ മാത്രമാണ് അവർ പിൻവലിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക വ്യവസ്ഥ തകർന്നാൽ അത് സമ്പന്നർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി കേരളത്തെ മാറ്റും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് 27-ാം തീയതി നടക്കുന്ന സമുദായ ശാക്തീകരണ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി പോരാടാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ വചനം ഇതാണ്: ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഇതാണ് മനുഷ്യൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ കർഷകനല്ല, കർഷക കുടുംബത്തിൽപ്പെട്ടവനല്ല. കാർഷിക വ്യവസ്ഥിതി നന്നാവാതെ തന്നെ സ്വന്തമായിട്ട് വരുമാനമുള്ളവനാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? അത് കർത്താവിൻ്റെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൽപ്പനയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നീതിക്ക് വേണ്ടി വിശക്കുന്ന, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു പുത്തൻ തലമുറയെ സീറോ മലബാർ സമുദായത്തിൽ നിന്ന് വാർത്തെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 27-ാം തീയതി പാലക്കാട് കണ്ടുമുട്ടാം എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞാൻ അവിടെ ഉണ്ടാകും, നിങ്ങളെയും ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കഷ്ടപ്പെടുന്ന കർഷകന് വേണ്ടി ഒരു സ്വരമുയർത്താൻ നമുക്ക് ഒരുമിച്ച് ചേരാം. നന്ദി, നമസ്കാരം.